ആലപ്പുഴയിൽ ജി സുധാകരനും എച്ച് സലാമും തമ്മിലുള്ള പരസ്യപ്പോര് തുടരുകയാണ്. ഇപ്പോൾ ജില്ലയിലെ CPM നേതൃത്വത്തിന് ഈ പോരിൽ കടുത്ത അസംതൃപ്തിയുണ്ട്. ഇരുവരും നടത്തുന്ന പരസ്യ പ്രസ്താവനകൾ പാർട്ടിയെയും സർക്കാരിനെയും പൊതുസമൂഹത്തിനു മുന്നിൽ അവമതിപ്പുണ്ടാക്കാൻ കാരണമാവുന്നു എന്ന വിലയിരുത്തലാണ് ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്. സുധാകരനെതിരെ എച്ച് സലാം FB പോസ്റ്റിലൂടെ നടത്തിയ പരാമർശങ്ങൾക്ക് സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള നേതാക്കളിൽ നിന്ന് വലിയ വിമർശനമാണ് നേരിടേണ്ടി വന്നത്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ജി സുധാകരൻ എച്ച് സലാം പോര് അതിന്റെ പാരമ്യത്തിലെത്തിയത്. സ്മാരക പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന കുഞ്ചൻ നമ്പ്യാരുടെ വളരെ പഴക്കം ചെന്ന പ്രതിമയും മറ്റ് സംരക്ഷിത വസ്തുക്കളും പൊളിച്ചുമാറ്റിയെന്നായിരുന്നു ജി സുധാകരന്റെ വിമർശനം. പല പുതിയ നിർമ്മാണങ്ങളുടെയും ഭാഗമായി ആലപ്പുഴ നഗരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന മത്സ്യകന്യകയുടെ പ്രതിമയടക്കം കലാകാരന്മാരുടെ പ്രശസ്ത നിർമ്മിതികൾ യാതൊരു പരിഗണനയും കൂടാതെ പൊളിച്ചു മാറ്റപ്പെടുന്നുവെന്ന് ലളിതകലാ അക്കാദമിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സുധാകരൻ തുറന്നടിച്ചു. ഈ നാടിന്റെ ആത്മാവിലാണെന്ന് രാഷ്ട്രീയക്കാരുടെ ബോധം ഉണ്ടാകും. അല്ല ചുമ്മാതെ കെട്ടിടം ഉണ്ടാകും, ഉദ്ഘാടനം ചെയ്ത് പോയി മന്ത്രി ഇങ്ങോട്ട് വന്നു ഉദ്ഘാടിച്ചു. അതെയോ എന്തുവാ? ഞാൻ മിനിഞ്ഞാന്ന് പോയി നോക്കി, അത് യുദ്ധക്കളം പോലെ കിടക്കുക. കുറച്ച് കസേര അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്, ഒരു കസേര ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കസേര ഇടയ്ക്ക് മാറ്റാൻ പറ്റില്ല. അവിടെ ഒരു 1967 EMS ഗവൺമെന്റിന്റെ കാലത്ത് CH മുഹമ്മദ് ആയിരുന്നു സാംസ്കാരിക വിദ്യാഭ്യാസമന്ത്രി. അദ്ദേഹത്തിന്റെ കാലത്ത് പണിഞ്ഞ് ഉദ്ഘാടനം ചെയ്താണ് ഇടിച്ചു പൊളിച്ച് നശിപ്പിച്ചത്. ഇതിനുള്ള മറുപടി 3 ദിവസത്തിനു ശേഷം ജി സുധാകരനെതിരെ പോലീസ് വിവാദ പ്രസംഗത്തിൽ കേസെടുത്തപ്പോഴാണ് എച്ച് സലാം തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്ന തലക്കെട്ടോടെയായിരുന്നു സലാമിന്റെ സുധാകരനെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്. വിവരക്കേട് വിളിച്ചു പറയരുതെന്നും അനാവശ്യം പറയുമ്പോൾ പ്രതികരിക്കാത്തത് ഭാഷ അറിയാത്തതുകൊണ്ടല്ലെന്നും അവശേഷിക്കുന്ന ബഹുമാനം കളയരുതെന്നും സലാം കുറിച്ചു. സലാമിന്റെ വിമർശനത്തിനെതിരെ ജി സുധാകരൻ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു. ഒരു വിമർശനമല്ല, ഒരു ആക്ഷേപമാണ്. വിമർശനമൊക്കെ പറയാം. ഇപ്പോൾ കുഞ്ഞൻ നമ്പ്യാർ സ്മാരകത്തെ പറ്റി അദ്ദേഹം പറഞ്ഞത് ശരിയല്ല, അതെന്താ പറയാം. അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്, അങ്ങനെ പറയാമല്ലോ. അതല്ലല്ലോ പറഞ്ഞേക്കുന്നത്. വായി തോന്നുന്നു കോതയ്ക്ക് പാട്ട്, മറ്റത് കണ്ടാലും പഠിക്കില്ല, കൊണ്ടാലും എന്തേ പറയുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കൊള്ളുന്നതിൽ എന്തൊരു സന്തോഷമാണ്. സർക്കാർ ജി സുധാകരനെതിരെ കേസെടുക്കാൻ തിടുക്കം കാണിച്ചുവെന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ MLAയുടെ പോസ്റ്റ് ആ ആരോപണങ്ങൾക്ക് ശക്തി പകർന്നുവെന്ന വിമർശനം കൂടി ഉയർന്നിരുന്നു. വലിയ അവമതിപ്പാണ് ജില്ലയിലെ പാർട്ടി നേതാക്കൾക്കിടയിൽ ഈ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയത്. പിന്നാലെയാണ് സർക്കാരിനെതിരെയുള്ള സുധാകരന്റെ വിമർശനങ്ങളും സുധാകരനെ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ടുള്ള എച്ച് സലാമിന്റെ പ്രതികരണങ്ങളുമൊക്കെ സംസ്ഥാന നേതൃത്വത്തിന്റെ തന്നെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ജില്ലയിലെ പാർട്ടി നേതൃത്വം തീരുമാനം കൈക്കൊള്ളുന്നത്. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുൻകൈയെടുത്താണ് ഈ തീരുമാനം കൈക്കൊണ്ടതെന്നതും ശ്രദ്ധേയമാണ്. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ.